മിക്കവാറും എല്ലാ ദിവസവും നിങ്ങൾക്ക് ശൂന്യതയും നിരാശയുമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഹോബികളോടുള്ള താല്പര്യവും സന്തോഷവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? സുഹൃത്തുക്കളും കുടുംബവുമായുള്ള താല്പര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? ജീവിതത്തോട് പൊതുവെയുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ. ഇത് തിരിച്ചറിയുന്നതിന് പ്രധാനമായും 8 ലക്ഷണങ്ങളാണ് മനോരോഗ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. പ്രതീക്ഷയില്ലാത്ത കാഴ്ചപ്പാട്. ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ് പൊതുവെ വിഷാദരോഗത്തിൽ ആദ്യമായി പ്രകടമാകുന്നത്. കൂടാതെ എപ്പോഴും നിരാശയോടെ മാത്രം ജീവിതത്തെ കാണുക, അനാവശ്യമായ കുറ്റബോധം, ആത്മനിന്ദ തുടങ്ങിയവയും എല്ലാം എന്റെ തെറ്റ് അല്ലെങ്കിൽ ജീവിതം കൊണ്ട് തന്നെ എന്താണ് പ്രയോജനം എന്നൊക്കെയുള്ള ചിന്തകളും വിഷാദരോഗത്തിന്റെ തുടക്കമാകാം. 2. ഒന്നിലും താല്പര്യമില്ലായ്മ. ചില സ്വകാര്യ സന്തോഷങ്ങളിലൂടെ വിഷാദരോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിലും ചില അവസരങ്ങളിൽ നേരത്തെ താല്പര്യമുണ്ടായിരുന്ന വിനോദ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവാങ്ങുന്ന അവസ്ഥയിലേക്കും എത്തിപ്പെടാം. 3. അമിതമായ ക്ഷീണവും ഉറക്ക പ്രശ്നങ്ങളും. കഠിനമായ വിഷാദം ബാധിക്കുമ്പോൾ അത് ശാരീരികവും മാനസികവുമായ ഊർജത്തെ ഇല്ലാതാക്കുകയും അതിലൂടെ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളിൽ താല്പര്യം തോന്നാതെ വരികയും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയും അത് ദീർഘമായ ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് വിഷാദരോഗത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ്. എന്നാൽ ചിലരിൽ ഉറക്കമില്ലായ്മയും കാണാം. അമിതമായ ഉത്കണ്ഠ കാരണം സ്വസ്ഥമായ ഉറക്കം നഷ്ടമാകുന്ന അവസ്ഥയിലാണത്. 4. അമിതമായ ഉത്കണ്ഠ. അമിതമായ മാനസിക പിരിമുറുക്കം, അസ്വസ്ഥത, അപകടഭയം, ക്രമാതീതമായ ഹൃദയമിടിപ്പ്, അമിതമായി വിയർക്കുക തുടങ്ങിയവയും എന്തെങ്കിലും കാര്യത്തിൽ വിഷമിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാതിരിക്കൽ തുടങ്ങിയവയും വിഷാദരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായാണ് കണക്കാക്കുന്നത്. 5. പുരുഷന്മാരിലെ അമിതമായ കോപം. സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമായ രീതിയിലും ഡിപ്രഷൻ ബാധിക്കാറുണ്ട്. ഡിപ്രഷനിൽ അകപ്പെട്ട പുരുഷന്മാർ അകാരണമായി കോപിക്കുകയും എല്ലാറ്റിൽ നിന്നും ഒളിച്ചോടുന്ന പ്രകൃതവുമായിരിക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് വിഷാദരോഗം തിരിച്ചറിഞ്ഞ് ചികിത്സയ്ക്ക് സന്നദ്ധരാകുന്നത്. 6. ക്രമരഹിതമായ വിശപ്പും ശരീരഭാരവും. വിഷാദരോഗം ചിലരിൽ അമിതമായ വിശപ്പിന് കാരണമാവുകയും അവരുടെ ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലരാകട്ടെ വിശപ്പ് തീരെ ഇല്ലാതിരിക്കുകയും ശരീരം തന്നെ ശോഷിക്കുകയും ചെയ്യും. 7. വികാരങ്ങൾ നിയന്ത്രിക്കാനാവാതിരിക്കുക. ചിലർ പെട്ടെന്ന് പ്രകോപിതരാവുകയും പൊട്ടിത്തെറിക്കുകയും ഒരു നിമിഷം കൊണ്ട് തന്നെ പൊട്ടിക്കരയുകയും ചെയ്യും. ബാഹ്യമായ ഒരിടപെടലുകളും ഇല്ലാതെ തന്നെ വികാരങ്ങൾ മാറി മറിയുന്നതും ഇതിന്റെ ലക്ഷണങ്ങളാണ്. 8. മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ചില സാഹചര്യങ്ങളിൽ വിഷാദരോഗം ആത്മഹത്യയിലേക്കും നയിച്ചേക്കാം. ലോക ജനസംഖ്യയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരിലും ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. എന്നാൽ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ മൂലം ഡിപ്രഷനെ നമുക്ക് അകറ്റാവുന്നതാണ്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. വ്യായാമം. വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും ശക്തമായ വിഷാദ പോരാളികളാണ്. ആഴ്ചയിൽ 5 തവണയെങ്കിലും മിതമായി വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ വളരെയധികം സഹായിക്കും. 2. വികാരങ്ങളെ സ്വയം അനുഭവിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ വികാരങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത് വിഷാദത്തിന്റെ നെഗറ്റീവ് ലക്ഷണങ്ങളെ നേരിടാനുള്ള തന്ത്രപരമായ മാർഗമായി തോന്നാം. എന്നാൽ ഈ രീതി ആത്യന്തികമായി അനാരോഗ്യകരമാണ്. നിങ്ങൾക്ക് കരയുവാൻ തോന്നിയാൽ കരയുക. മനസ്സിൽ കെട്ടിവെക്കാതെ വികാരങ്ങൾ സ്വയം അനുഭവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങളെക്കുറിച്ച് എഴുതുകയോ ജേർണലിംഗ് നടത്തുകയോ ചെയ്യുക. വികാരങ്ങൾ മാറുമ്പോൾ അതിനെക്കുറിച്ച് എഴുതുക. 3. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പരീക്ഷിക്കുക. നിങ്ങൾ ദിവസം തോറും ഒരേ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ഭാഗം മാത്രമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഇത് മാറ്റം വരുത്തുവാനും കഴിയും. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും കഴിയുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. 4. ഇന്ന് നാളെ സൂചിപ്പിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ മാനസികാവസ്ഥ, വികാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ ഇന്നത്തെ മാത്രമാണ്, നാളെയുടേതല്ല.
ഇന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയോ ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടുവെങ്കിൽ അവ വീണ്ടും ശ്രമിക്കാനുള്ള നാളത്തെ അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഓർമ്മിക്കുക. 5. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക. വിഷാദം നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും പിന്മാറാനും നിങ്ങളെ പ്രേരിപ്പിക്കും. പക്ഷെ മുഖാമുഖമുള്ള സംഭാഷണങ്ങൾ ആ പ്രവണതകളെ കഴുകിക്കളയുവാൻ സഹായിക്കും. നിങ്ങൾക്ക് വ്യക്തിപരമായി ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഫോൺ കോളുകളോ വീഡിയോ ചാറ്റുകളോ സഹായകമാകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ എല്ലാവരുമുണ്ട് എന്ന് സ്വയം ഓർമ്മിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിപ്രഷന്റെ തുടക്കത്തിൽ മാത്രം ചെയ്യുവാൻ സാധിക്കുന്നവയാണ്. നിങ്ങൾ പൂർണ്ണമായും ഡിപ്രഷനിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് അസാധ്യമാകുവാൻ സാധ്യതയുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ രോഗലക്ഷണങ്ങൾ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ വിഷാദരോഗം ബാധിച്ചിരിക്കുന്നതായി സ്വയം മനസ്സിലാക്കുകയും അതിനുള്ള ചികിത്സ നേടുക എന്നതുമാണ് ഉചിതമായ തീരുമാനം. കാരണം ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു സാധാരണ രോഗം മാത്രമാണ് ഡിപ്രഷൻ. എന്നാൽ കൃത്യമായുള്ള ചികിത്സക്കുറവ് മൂലമാണ് അത് ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ മരണമാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം? ഈ വീഡിയോ കാണുന്ന നിങ്ങളും സംസാരിക്കുന്ന ഞാനും ഒരു ദിവസം മരിക്കും. എന്നാൽ എന്തായിരിക്കും മരണശേഷം നമുക്ക് സംഭവിക്കുന്നത്? ശരിക്കും ആഫ്റ്റർ ലൈഫ് എന്നുള്ളതുണ്ടോ? അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.